ഇപ്പോൾ അപ്പുറം ഇപ്പുറമെല്ലാം വെടിപെടുന്നുണ്ട്. നാണം കെട്ടിട്ട് നമ്മളിവിടെ സഹിച്ച് നിൽക്കുന്നത്. പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇല്ലത്. നാളെ പുറത്തിറങ്ങാൻ കഴിയാം നമുക്ക്. ഇങ്ങനെ ഒരു തോൽവി ഉണ്ടാവുമോ? കഴിഞ്ഞ പ്രാവശ്യം ശബരിമല, പെരിയ, കൊലക്കേസ്, രാഹുൽ ഗാന്ധി തരംഗം എന്നെല്ലാം പറഞ്ഞിട്ട് നിന്നു. ഇപ്പം എന്ത് തരംഗമില്ലത്? ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി മക്കളെ കാര്യത്തിൽ തന്നെ നമുക്ക് ഈ തോൽവി സമ്മതിക്കേണ്ടി വരും. ജനങ്ങൾക്കെല്ലാം അറിയുന്നുണ്ടല്ലോ ഇതെല്ലാം. മണ്ടന്മാരല്ല ജനങ്ങൾ. 10-15 മന്ത്രിമാർ 2 ലക്ഷം 3 ലക്ഷം ശമ്പളം പിടിച്ച് അവരെ വീട്ടിൽ കെട്ടി വെച്ചിട്ടാകുമ്പോൾ 1 മാസം ശമ്പളം കൊടുക്കാൻ പറ്റാത്ത മന്ത്രിമാരാണ് ഉള്ളത്. പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് ഈ മാസം ശമ്പളം വേണ്ട. അല്ല ഒരു MLA അല്ല മന്ത്രി ഈ പറഞ്ഞതിനൊന്നും നമ്മുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒന്നുമില്ല കേട്ടോ. കാര്യം തന്നെ പറഞ്ഞത് കേൾക്കണം. ലോക്കൽ കമ്മിറ്റി തന്നെ കേൾക്കണത്. അപ്പുറം ഇപ്പുറം വെടിപൊട്ടുമ്പോഴല്ലോ നമ്മൾ നെഞ്ഞിടിക്കുന്നില്ല. രാജൻ പറഞ്ഞ കറക്റ്റ് തന്നെ. ഒന്ന് പരിശോധിക്കണം. പാർട്ടി മെമ്പർമാർക്കും പരിശോധിക്കണം. പാർട്ടി മെമ്പർമാർ വോട്ട് ചെയ്തില്ലെന്ന് അത് നോക്കണം. ഹരിവൈര് വോട്ടെന്നെ കൊണ്ട് തന്നെ ഇത്തിരി വോട്ട് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ അടക്കമില്ല പാർട്ടി മെമ്പർമാർ. ഇത് പിന്നെ കലക്ടർ മതിയല്ലേ എടുത്ത നേതാക്കന്മാർ. കലക്ടർ ഒന്നും പറയാൻ കഴിയുമോ? മിണ്ടുവോ? എന്തായിപ്പോ? എല്ലാവർക്കും ഒരു ഇത് വേണം. ബംഗാൾ ഈനാട്ടായി. ബംഗാൾ ഈനെക്കാട്ടി നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതിനെക്കാട്ടും കടയായി പോയി ഇവിടെ കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടി പോലും. ഒരു ഇത് കഴിഞ്ഞതിനെക്കാട്ടിയും രാജമോഹൻ ഉണ്ണിത്താൻ നോക്കോ. എന്ത് ആരോഗ്യമാരും നിങ്ങൾക്കും പ്രശ്നമില്ല. ഇത് വോട്ട് ചെയ്തവർക്ക് ആ വിഷമം ഉണ്ടാവും. തോറ്റ് നാറിറ്റി മെമ്പർഷിപ്പും വേണ്ട, ഒന്നും വേണ്ട നമുക്കൊന്നും. നമ്മ കൊടുത്തിന് പറഞ്ഞൊരു കാര്യമില്ല. പക്ഷേ നമ്മ കൊടുത്തിന് പറഞ്ഞൊരു കാര്യമില്ല. ഇതെല്ലാം ഭയങ്കര തന്നെ. അമ്മയുടെ വോട്ട് വേറെ പുറത്തുള്ള ആളെ കൊണ്ട് ജയിക്കണം. ഞാനടക്കം പോയി ചെയ്തതാണ്. ആ വിഷമം നമുക്ക് നല്ലോണമുണ്ട്. എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് വേണ്ട, ഒന്നും വേണ്ട. ഞാൻ അനുവായിട്ട് നിന്നോളാം. ഇനി നമുക്ക് ഉത്തരം പറയാനൊന്നും കഴിയായി. ഞാനിടും മെമ്പർഷിപ്പ് ഇറക്കം ഞാൻ ഇതാക്കുന്നു. ഞാൻ നേരത്തെ ശേഷം ഞങ്ങൾക്ക് വേണ്ട. ഇനിയൊന്നും ഉത്തരം പറയണം. കലക്ടർമാരിൽ നിന്നിട്ട് നേതാക്കന്മാർ നിന്നൊരു കാര്യമില്ല. ഇവിടെ അയലോട്ടൊക്കെ ആ സ്ഥാനാർത്ഥിനെ കൊണ്ടുവന്ന് ആരെങ്കിലും കൊണ്ടുവന്നിനാ? 2 പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഇയാള് സതീചന്ദ്രൻ കാരപ്പുള്ള ഒരു വീട്ടിൽ പോയി കൂടി. ഈ പ്രാവശ്യം സമയമില്ല, വരാൻ സമയമില്ലാന്ന്. അയാളെ നിർത്തിക്കുമ്പോഴേ ഇവിടെ അഭിപ്രായം ഉണ്ടായി. നല്ല സ്ഥാനത്തേല നല്ലതല്ലാന്ന്. അല്ല അയാളെ പറ്റി പറഞ്ഞല്ല. എന്താ വെച്ചാൽ മൊത്തത്തിൽ പോയല്ലോ. ഇത് ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞത്. കേൾക്കണം. അത്രയും സങ്കടം എനിക്ക്. സങ്കടം പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നുള്ളത് ഇവർ കേൾക്കണം. ഞാനേ പറഞ്ഞു. ഞാനും രാജനയിൽ പറയുന്നു. ഇപ്പോൾ